ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി മട്ടൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയുടെ പേര് മട്ടൻ ഗോഷ്ട് അല്ലെങ്കിൽ മട്ടൻ ബൂണ മസാല. അപ്പം ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 സ്പൂൺ നെയ്യ്. ഇത് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ 2 ബേ ലീഫ് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ ഗ്രാമ്പൂ ഒക്കെ ഒന്ന് ആ നെയ്യിലും എണ്ണയിലൊക്കെ കിടന്ന് പൊട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവേഴ്സ് ആ എണ്ണയിലേക്കൊക്കെ ഇറങ്ങുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നെയ്യിൽ മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ മാത്രം ഉണ്ടാക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ആണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നീളത്തിലരിഞ്ഞ വലിയ സവാളയാണ്. അപ്പം ഇത് 1 കിലോ മട്ടൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കിലോ മട്ടന് ഒരു 5 വലിയ സവാള ആവശ്യമാണ്. പക്ഷേ ഞാൻ ഈ സ്റ്റേജിൽ ചേർക്കുന്നത് 3 സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ. 3 സവാള നീളത്തിലരിഞ്ഞത്. ബാക്കി 2 എണ്ണം ഒന്ന് മാറ്റി വയ്ക്കുക. അത് പിന്നീടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴട്ടി എടുക്കാം. അപ്പം ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ പല ഭാഗത്തും ഇതിന് കുറച്ച് വേരിയേഷൻ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാനൊരു ലക്നൗവി സ്റ്റൈലിലാണ് മട്ടൻ ബൂണ മസാല ഉണ്ടാക്കുന്നത്. ഇത് തന്നെ പഞ്ചാബീസ് ഉണ്ടാക്കുവാണെങ്കിൽ അവരതിൽ തക്കാളിയൊക്കെ ചേർക്കും കേട്ടോ. ഞാൻ പക്ഷേ തക്കാളി ഇപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ഇത് നമുക്ക് റുമാലി റൊട്ടി, നാൻ, അതുപോലെ ചപ്പാത്തി അല്ലെങ്കിൽ വൈറ്റ് റൈസ് അങ്ങനെ ഉള്ള നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളുടെ കൂടെയെല്ലാം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആവശ്യമാണ്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തു. എന്നിട്ട് ഈ സവാള വഴണ്ട് വരുന്ന ഈ ഒരു സ്റ്റേജിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ, അതായത് മേടിക്കുന്ന പേസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. ഒന്നും കൂടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ചതച്ചതാവുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ചേർന്ന് അതൊന്ന് വഴണ്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി വഴട്ടി എടുക്കുക. ഇനി മട്ടൻ ഞാൻ എടുത്തിരിക്കുന്നത് ബിരിയാണി കട്ട് പീസസ് ആണ്. അങ്ങനെ അതിപ്പോൾ വലിയ പീസസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള കഷ്ണങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് സവാള വഴണ്ട് വരുമ്പം ഈ മട്ടൻ പീസസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മട്ടൻ കഴുകുമ്പോൾ അതിനൊരു ചൂരുണ്ടല്ലോ, ആ ചൂര് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം മട്ടൻ ഒരു 2-3 കുടംപുളി ഇട്ട് വെച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ മട്ടൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു ചൂര്, അത് ഒഴിവായി കിട്ടും കേട്ടോ. ഇതൊരു ടിപ്പാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒന്നും കൂടെ പറയുവാണ്. അപ്പം മട്ടൻ ഇട്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് മല്ലി ഇലയുടെ തണ്ടരിഞ്ഞതാണ് കേട്ടോ. ആ ഇലയല്ല, അതിൻ്റെ തണ്ടരിഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ 2 സവാള മാറ്റി വെച്ചില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റേജിൽ. പിന്നീട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നീട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് പൊടികളായിട്ട് ചേർക്കുന്നത്. ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാരണം ഇതിൻ്റെ വേറൊരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മസാലയൊക്കെ ആ എണ്ണയിലും നെയ്യിലൊക്കെ വഴണ്ട് നല്ല ഒരു മൂത്ത മണം വരണം കേട്ടോ. ആ പരുവമാവുമ്പം അതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേവാൻ ആവശ്യത്തിന് മാത്രമല്ല, ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഏകദേശം ആ മീറ്റിൻ്റെ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഇത് തിളച്ച് വരുമ്പം നമുക്ക് ഇനി ചേർക്കേണ്ടത് 1 സ്പൂൺ പെപ്പർ പൊടി, കുരുമുളക് പൊടി. ഇതും നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ 1 സ്പൂണാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വിസിലടുപ്പിച്ച് ആവശ്യത്തിന് വേവിച്ചെടുക്കുക. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല വേണം. അതിന് നമ്മൾ ബൂണ മസാല എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ബ്ലാക്ക് കാർഡമം, അതുപോലെ കുറച്ച് ഗ്രാമ്പൂ, ഒരു 1.5 സ്പൂൺ ജീരകം, നല്ല ജീരകം, 1 സ്പൂൺ ഉപ്പ്. ഈ മസാല നമ്മൾ ഇങ്ങനെയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഉപ്പ് പൊടി ചേർത്തിട്ടാണ് നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാരണം ഈ മസാല
മസാല ഉണ്ടാക്കുമ്പം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപ്പ് ഉപയോഗിക്കും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ മീറ്റൊക്കെ വെന്ത് കഴിഞ്ഞപ്പം ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്നപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് മല്ലിയില. അത് നിങ്ങൾക്ക് ധാരാളം ചേർക്കാം, നല്ല ഫ്ലേവേഴ്സ് കിട്ടും. നന്നായിട്ട് മല്ലിയില ചേർക്കുക. പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബൂണ മസാല, ആ മസാലയ്ക്ക് ഭയങ്കര ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, നല്ല മണമാണതിന്, നല്ല യമ്മി സ്മെല്ലാണതിന്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് എണ്ണ തെളിയുന്ന പരുവത്തിലെടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ മട്ടൻ ബൂണ മസാല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.